ചേട്ടാ എന്തെന്ന് ആലോചിക്കണം. അല്ല ചിക്കൻ മാച്ച് കറി വയ്ക്കാം. ഇതെല്ലാം ചെയ്തും വെച്ച് ഇനി എന്ത് ചെയ്യണം? എവിടെ ചിക്കൻ? ചിക്കൻ കഴുകിയല്ലേ? എല്ലാം കഴുകിയൊക്കെ വൃത്തിയൊക്കെ വെച്ചേക്കും. അപ്പൊ ഞാൻ പിന്നെ അതിനുശേഷം ഒരു ഡൗട്ട് എന്തിട്ട് ചെയ്യണോ? റോസ്റ്റ് ഉണ്ടാക്കാല്ലേ? കുറച്ച് ദിവസമായി റോസ്റ്റ് ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇന്ന് റോസ്റ്റ് ഉണ്ടാക്കാം. എന്നും കറിയല്ലേ വെക്കുന്നത് അല്ലേ? അപ്പൊ റോസ്റ്റ് ഫിക്സ് ചെയ്ത്. ഓക്കെ. റോസ്റ്റിന് ചേട്ടൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്? ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് കൂടാതെ നമ്മുടെ സവാള, പിന്നെ തക്കാളി, പിന്നെ തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കാരിമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഇതെന്താണ് ഇഞ്ചി പേസ്റ്റ്, പിന്നെ അതല്ലാതെ വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ഇത്രയും നമ്മളിതാ ചെയ്തും വെച്ചിട്ടുണ്ടല്ലേ. അപ്പം നമുക്കിനി അടുത്ത കാര്യങ്ങളിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാൻ കേട്ടോ. അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മുടെ ഉരുളിയാണ് നമ്മൾ വെക്കുന്നത്. ആ ഉരുളിയും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഉരുളി ഒന്ന് ചൂടാവട്ടെ. അപ്പം നമ്മൾ ചൂടായിട്ടുണ്ട് കേട്ടോ അത് ഉരുളി. അപ്പോൾ ഉരുളിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് തുടങ്ങാം അല്ലേ. ചിക്കൻ്റെ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് നല്ലതെന്നാണ് നമ്മുടെ അമ്മയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുത്തത്. അതിലോട്ട് നമ്മളിതാ കരിയേപ്പല, നാടൻ കരിയേപ്പലയാണേ. കരിയേപ്പല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഇടേണ്ടത് സവാളയാണേ. നമ്മളിതിലോട്ട് സവാള ഇടുകയാണ്. സവാള ഇടുക. നമ്മൾ ഇനി സവാള നല്ല രീതിയിൽ വഴട്ടണേ. നല്ല രീതിയിൽ വഴറ്റി വരണം. ഇതിലോട്ട് ഇത്തിരി ഉപ്പൂടെ ഇടണേ. നമ്മളിതാ ഉപ്പും കൂടെ ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പൂടെ ഇട്ടാൽ നല്ല രീതിയിൽ വഴണ്ട് വരുമെന്നാണ് പറയണത്. അപ്പോൾ ഇതിപ്പോൾ ഒരു പകുതിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മുടെ കാരിമുളക് ഉണ്ടല്ലോ അതങ്ങ് ഇടും കേട്ടോ. കാരിമുളക് ഇടും. അതും കൂടെ ചേർന്ന് നല്ല രീതിയിൽ വഴണ്ട് വരട്ടെ. നല്ല ഗോൾഡൻ കളറാവണം. അപ്പം നമ്മൾ സവാള നല്ല ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാമേ. തക്കാളിയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആദ്യം ഇടേണ്ടത് ഇഞ്ചി പേസ്റ്റും പിന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ ഇനി മിക്സ് ചെയ്യണം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു പൊടിക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണം കേട്ടോ. ഒന്ന് നമ്മളെ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്തിരി ഇത്ര മതിയാവും. ഓക്കെ, ഇത്രയും വെള്ളം ഒഴിക്കണം. ഒരു ആവശ്യം ഇനി നമുക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 2 സ്പൂണ് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂണ് ഇടണം കേട്ടോ. മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി, പെട്ടെന്നാട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല, ഗരം മസാല വേണമെങ്കിൽ അത് ഇടണമെന്നുണ്ടെങ്കിൽ അത് ഇടാം. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ മസാലയാണ് ഇട്ടിരിക്കുന്നത്. കൂടെ ഇടണേ. അത് ഒരു വലിയ സ്പൂണല്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അത് ഇനി നമ്മൾ ക്ലീൻ ചെയ്തെല്ലാം വച്ചേക്കണം നമ്മുടെ ചിക്കൻ. നമ്മൾ ചെറിയ രീതിയിലാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ
വെള്ളമൊന്നും തോർത്തുന്നില്ല, അതുപോലെ തന്നെ നമ്മളങ്ങ് എടുത്തിടുകയാണ്. ഈ ഇത് നമ്മൾ നല്ല രീതിയിൽ വഴറ്റി എടുക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം എല്ലാം പൊയ്ക്കോളും. വെള്ളം തോർത്താനാണ് ചില ആൾക്കാർ പറയുന്നത്, നമ്മൾ വെള്ളം തോർത്താറില്ല. നമ്മൾ തോർത്താതെ തന്നെ ഇതിനിപ്പോൾ ഇങ്ങനെ ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാമേ. അങ്ങനെ നമ്മളിതായി എല്ലാം മിക്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടയ്ക്കണം. അടച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു പോകാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വച്ചേക്കുന്നത്. ഇത് കണ്ടല്ലോ, ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വച്ചേക്കുന്നത്. അപ്പം നമ്മളിത് ഇതേപോലെ ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അതേപോലെ ഇനിപ്പോണ്ട് വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ. അതാ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കിത് വേവിക്കണമെങ്കിൽ ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നേരത്തെ വെള്ളം പിടിച്ചുകൊണ്ട് പോയെന്നാണ് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇത്ര മതി. എന്ന് പറഞ്ഞാൽ താഴെ ഇത്തിരി വെള്ളം കിടന്നാൽ മതി. ആ രീതിക്ക് നമ്മൾ ഇത്തിരി എന്ത് ചെയ്തു, ഈ ചെയ്തതിന് ശേഷം എന്താ ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ. അല്ലെങ്കിൽ അടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ 2 മിനിറ്റ് ഇടവിട്ട് ഒന്ന് തുറന്ന് നോക്കണമെന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിവിടെ ഇങ്ങനെ ഇരുന്ന് വേണം കേട്ടോ. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മുടെ സാധനത്തെ നമ്മൾ നോക്കി, നമ്മൾ കുറേ നേരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി എന്നിട്ട് നോക്കിയേ, സെറ്റായില്ലേ. നമ്മുടെ റോസ്റ്റ് അടിപൊളിയായി. അപ്പോൾ വാവച്ചി റോസ്റ്റ് എങ്ങനെയുണ്ട് വാവച്ചി? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ വാവച്ചി. ഒരു കഷ്ണം എടുത്ത്. ചൂടാ? ഭയങ്കര ചൂടാ. പിന്നെ തിളച്ച് അടുപ്പിരുന്നത് പിന്നെ ചൂട് കാണും. അരപ്പൊക്കെ ഓക്കെ, മണം തിന്നാൻ പറ്റുന്നില്ല. പക്ഷെ ഒന്ന് മൂത്തടേ. അയ്യയ്യേ, സൂപ്പറല്ലേ? എങ്ങനെയാണ് പറ. അപ്പൊ നമ്മുടെ റോസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതെ, ഇന്ന് കുറച്ചുകൂടെ ഉണ്ട്. നമ്മൾ വരും വഴിയെ നമ്മൾ കാണിക്കാം എന്താ വരുന്നേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ പഴംപൊരിയുടെ കൂട്ടത്തിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ്, നമ്മൾ കോമ്പിനേഷനായിട്ട് ചിക്കൻ റോസ്റ്റ് കൂടെ നമ്മൾ കഴിച്ചു നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ പഴംപൊരിയും ബീഫ് റോസ്റ്റ് കൂടെ ചിക്കൻ റോസ്റ്റ്. വാവച്ചി എന്നാ വാവച്ചി എങ്ങനെയുണ്ട്? ആദ്യം ശരി. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴംപൊരിയും ചിക്കൻ റോസ്റ്റും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാർ ഉറപ്പായിട്ടും ട്രൈ. എല്ലാവരും ബീഫ് റോസ്റ്റ് ആണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ചിക്കൻ റോസ്റ്റ്. ഓക്കെ, പറ അവസാനിപ്പില്ലേ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വിഭവമായി. താങ്ക്സ് ഫോർ വാച്ചിങ്.